പിടിക്കണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ മീനച്ചറടി. ഹേ ഗൈസ്, സമയം 5 മണിയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഒരാൾ 5 മണിക്ക് എണീറ്റ് മീൻ വാങ്ങിക്കാൻ വിഴിഞ്ഞത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നതാണ് കേട്ടോ. എന്നാൽ ഞാനും അമ്മേൻ്റെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്നാൽ വരേണ്ട ആൾ ഇതുവരെ എണീറ്റിട്ടില്ല. ജോമോനെ, വിഴിഞ്ഞത്ത് പോണ്ടായോ? അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അമ്മ വിഴിഞ്ഞത്ത് പോകാൻ എക്സൈറ്റഡ് ആണോ? അമ്മ നാളെ മുംബൈക്ക് തിരിച്ചു പോകണം ഗൈസ്. അപ്പോൾ പപ്പയ്ക്ക് ചൂരമീനിൻ്റെ ഫാനാണ്. അപ്പോൾ ഫ്രഷ് മീൻ വാങ്ങിച്ച് അച്ചാറിട്ട് കൊണ്ടുപോകാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് പോകാൻ ഇറങ്ങി. ഞങ്ങൾ 2 2 വീലറിലായിട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതേ സമയം 5:23 ഒരു 6:30 ആകുമ്പോൾ അവിടെ ഏകദേശം ലേലം വിളിയൊക്കെ തുടങ്ങുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടുന്ന് നമുക്ക് ലാഭത്തിന് മീൻ കിട്ടും ഗൈസ്. ഇവിടെ ഇങ്ങനെ മീൻ ഫുള്ള് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലേലം വിളിച്ചൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടെ ഫുള്ളും വള്ളങ്ങളാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ മീൻ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ലേലം വിളിക്കുന്നുണ്ട്. വള്ളത്തിലിങ്ങനെ മീൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇട്ട് ലേലം വിളിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വാങ്ങാനായിട്ട് ഇത് റെഡിയായി നിൽക്കുകയാണ്. അടുത്ത് കുറച്ച് വാള വന്നിട്ടുണ്ട്. അതെ, അതും ലേലമായിട്ടുണ്ട്. 1200 രൂപയ്ക്കാണ് ഗൈസ് അത്രയും മീൻ ലേലമായിട്ടുള്ളത്. ഇവിടെ സ്റ്റില്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാരാമീനാണ് ഗൈസ്. 500, 500, 600, 600, 700, 700, 800, 800, 1800, 50, 900, 980, 2000, 2000 രൂപ, 2000, 50, 50, 100, 100, 150, 200, 200, 200, 50, 300, 300. അതും അങ്ങനെ ലേലം വിളി തുടങ്ങി ഗൈസ്. അപ്പോൾ ഇനി ഇത് വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മീനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ കൊക്കൊക്കെ ഇരിക്കുന്നു. ഗൈസ് കുറച്ചുകൂടെ വള്ളങ്ങൾ വരാൻ പോകുന്നത്. കുറേ വള്ളങ്ങൾ ഇതേ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ ഗൈസ്, വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഗൈസ്, ഒരു സൈഡിൽ മറ്റേ ചെറിയ കുഞ്ഞു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചെറിയ വല പിടിക്കുന്ന അതേ മീനൊക്കെ വന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. മീനൊക്കെ വരുന്ന കേസ് ഇങ്ങനെ ഇടും. എല്ലാവരും വരും, ലേലം വിളിക്കും. ആരാണോ നല്ല വില വിളിക്കുന്നത് അവർക്ക് കിട്ടും. അവസാനം വരെ നോക്കാം കേസ്. ഇപ്പം ചൂരയൊന്നും വരുന്നില്ല. കൊഞ്ചൊക്കെ വരുന്നുണ്ട്. ചൂര ഇതുവരെയും വരുന്നില്ല കേസ്. ഞങ്ങളിതിൽ അലന്നെ ഇറങ്ങുവാണ് ചൂരയ്ക്ക് വേണ്ടി. അപ്പോൾ അതേ ഒരു ചൂര മേടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മേടിക്കണം. ഈ ചൂര വന്നിട്ട് റേറ്റ് വന്നിട്ട് 150 രൂപയുള്ള കേസ്. ഇതേപോലെ നമുക്ക് കുറച്ചുകൂടെ ബൾക്കായിട്ടൊക്കെ വാങ്ങാൻ പറ്റും ലേലം വിളിച്ചിട്ടേ. ഇത് ഒരു തരം വലിയ ക്ലാത്തി മീനാണ് കേസ്.
അത് ചെറിയ ക്ലാക്കിയല്ലേ കാണുന്നത്, ഇത് വലിയ ക്ലാക്കിയാണ്. 30,000, 100, 200, 300, 400, 500, 600, 600, 700, 800, 900, 900, 900, 900, 39,000, 39,000, 100, 100, 200, 300, 400, 400, 500, 500, 600, 600, 700, 700, 800, 800, 39,800, 800, 39,800, 800, 800, 39,800 ഉണ്ട്. 900, 31,900, 900 രൂപ കൊടുക്കും. അത്രയും മീൻ കേസ് 31,900. കണവയാണെന്ന് ചാകരം തോന്നുന്നു. ചൂരയുടെ പൊട്ടിട്ട് വരെ വന്നില്ല ഗൈസ്. ചൂരയ്ക്ക് വേണ്ടി കേസ് ഞങ്ങൾ അലന്നെ നടക്കുക. ഒരു സൈഡിൽ നിന്ന് ഞാൻ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് അമ്മ നടക്കുന്നുണ്ട്, അവൾ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ചൂരയില്ല. ഹോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേസ്. ഇനിയും നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ബോട്ടിൽ നിന്ന് നമ്മൾ ചൂരയാണോ വരുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഇത് അവിടെ പോകുന്നുണ്ടോ, അതിപ്പോൾ ചാളയാണ്. അപ്പോൾ ഈ ചൂര നേരെ വന്നിട്ട് അവിടെ കൊണ്ടിട്ട് ലേലം വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. വന്ന് പെട്ടെന്ന് അങ്ങ് പോവും, ഷടപടയുന്ന സംഭവം ഇതങ്ങ് പോവും. അപ്പോൾ നമ്മൾ നോക്കി നിന്ന് പോയി വിളിക്കണം, ലാഭത്തിനൊക്കെ കിട്ടും. അവർ പറയുന്നുണ്ട് കുറേ വള്ളങ്ങൾ ഇനിയേ വരത്തുള്ളൂ. അടുത്ത വള്ളം വരുന്നുണ്ട് കേസ്, കിട്ടുമോ ഇല്ലെന്നറിയാം. അത് ചൂരയല്ലേ പോയത്? കുഞ്ഞു ചൂര, കുട്ടിച്ചൂര, കുട്ടിച്ചൂരല്ലേ? വലിയ ചൂര കിട്ടുന്നില്ല കേസ്. പിടയ്ക്കണ മീനി പിടയ്ക്കണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതേ കേസ് ഇപ്പോഴും അതിൽ ജീവനുണ്ട് കേസ്. ഈ മീനിനെ കേസ് കൊക്കിനോട് ഞങ്ങളിത് ഇത്രയും മീൻ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം കേസ് എന്തൊക്കെയാണെന്ന്. നമ്മളൊരു ലോഡ് മീൻ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ എത്ര രൂപയായി? 1200 അല്ലേ? 2 കവർ നിറച്ച് മീൻ വാങ്ങിച്ചു കേസ്. നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ തന്നെ ചൂര കിട്ടി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയും മീൻ കിട്ടി കേസ്. നമ്മളിതിന് എല്ലാം അച്ചാറിടുന്നില്ല, കുറച്ച് ചൂരമീൻ മാത്രമേ അച്ചാറിടുന്നുള്ളൂ അല്ലേ അമ്മ? ചൂരമീൻ മാത്രം അച്ചാറിട്ട് മുംബൈക്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മൾ. നല്ല ഫ്രഷ് മീനാണ്, പക്ഷെ കുറേ പണിയുണ്ട് ഇതിൽ. മീനച്ചാറിനുള്ളത് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളിത് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മീനാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഇത് ചൂരമീൻ. പിന്നെ ഇത് കണ്ണൻ കൊഴിയാളാണ് കേട്ടോ. ഇത് നമ്മൾ കറി വയ്ക്കും. ഇതിൽ ചൂര മാത്രമല്ല, ഇതിൽ നെയ്മീനും കൂടെ ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. പിന്നെ നെത്തോലിയുണ്ട്. നെത്തോലി നമ്മൾ എന്ത് ചെയ്യുന്നു? പൊരിക്കുന്നു. ബാക്കി മീൻ കേസ് ഞങ്ങൾ നാളത്തേക്ക് എടുക്കാമെന്ന് വെച്ചു. ഒരു ലോഡ് ഇരിപ്പുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് കുശാലി. നമ്മൾ മീൻ ആദ്യം പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൊരിച്ച ശേഷമാണ് മീനച്ചാറിടുന്നത്. അപ്പോൾ പൊരിക്കാനായിട്ട് ഞങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എണ്ണ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളിത് മീനിടും. മീൻകുട്ടന്മാർ പൊരിയുന്നുണ്ട്. നമ്മൾ മീൻ പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് മസാല എല്ലാം ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മളിനി അച്ചാർ ഉണ്ടാക്കേണ്ട സ്റ്റെപ്പിലോട്ട് കിടക്കാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് കടു ഇടണം. ഇനി ഇതേ കരിവേപ്പില ഇടുമ്പോൾ നമ്മൾ 1 കിലോമീറ്റർ ദൂരെ നിൽക്കണം. മറക്കോ? കരിവേപ്പില ഇട്ട് അത് അതിലോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്കുന്നതിന് കുഴപ്പമില്ല. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇട്ടത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടു. പിന്നെ കടുക് പൊട്ടിയ ശേഷം കരിവേപ്പില ഇട്ടു. പിന്നെ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് അതൊരു ബ്രൗൺ കളറിലാക്കി ഇനി തൊണ്ടമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തൊണ്ടമുളകിൻ്റെ കൂടെ കുറച്ച് കാന്താരിമുളകും പിന്നെ കുറച്ച് ഉടങ്ങല്ലി മുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി,
നമ്മൾ ദേ ഇതിലോട്ട് ഇടാൻ പോണ് ഗൈസ്. ഇനി നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം, ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ BP ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറയ്ക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് മീൻ ചേർക്കുക. നമ്മുടെ അച്ചാർ സുന്ദര കുട്ടപ്പന്മാരായിട്ട് റെഡി ആവുന്നുണ്ട് ഗൈസ്. കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് മീൻ അതിലിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അച്ചാർ തന്നെയാണ്. അപ്പൊ ഗൈസ് ദേ നമ്മുടെ മീനച്ചാർ റെഡി. യെസ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ ഒടുവിൽ ഞങ്ങൾ മീനച്ചാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. മീനൊക്കെ പോയി വാങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ പോയി ബൾക്കായിട്ട് കണ്ട് വാങ്ങുന്നുണ്ടല്ലോ, നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, നല്ല ലാഭത്തിന് മീൻ കിട്ടും. മീൻ അച്ചാറിടാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മുംബൈക്ക് തിരിച്ച് പോവുക. അപ്പോൾ അവിടെ പപ്പയ്ക്ക് ചൂരമീൻ ഫാനാണ്. അപ്പം അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം വെച്ചിരുന്ന് കഴിക്കാമല്ലോ, അതാണ് മീൻ അച്ചാറിട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ, വിനാഗിരി കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതോടുകൂടെ നമ്മുടെ മീനച്ചാർ റെഡി. സൂപ്പർമാണ് ഗൈസ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക, ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.